നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തൃക്കണ്ണമംഗൽ പരിസര പ്രദേശങ്ങളിലുള്ള ആയിരങ്ങൾക്ക് അക്ഷരവെളിച്ചം പകർന്നുകൊടുത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇന്നും കെടാവിളക്കായി ശോഭിച്ചു നിൽക്കുന്ന വിദ്യാലയമാണ് CVNM-LP സ്കൂൾ. ഇന്ന് സ്കൂൾ അതിൻ്റെ 122ാം വാർഷികം രാവിലെ 10 മണിക്ക് പഠനോത്സവത്തോടെ ആരംഭിക്കുകയുണ്ടായി. സ്കൂൾ വാർഷികം കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ SR രമേശ് ഉദ്ഘാടനം നിർവഹിക്കുകയും കൊല്ലം റൂറൽ DYSP ദിനരാജ് മുഖ്യപ്രഭാഷണം വഹിക്കുകയും ചെയ്തു. അവാർഡ് വിതരണം കൊട്ടാരക്കര നഗരസഭാ കൗൺസിലർ ലീന ഉമ്മൻ നിർവഹിച്ചു. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നമ്മുടെ ഈ വർഷത്തെ വാർഷിക ആഘോഷം ഏറെ സമുചിതമായി ഈ സ്കൂളിൽ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്ന് നടക്കുകയാണ്. ജൂൺ 1 പ്രവേശനോത്സവത്തോടുകൂടി ആരംഭിക്കുകയും മാർച്ച് 27-ന് ഈ വർഷം സ്കൂള് അടയ്ക്കുകയും ചെയ്യുകയാണ്. ഏകദേശം 122 വർഷം പഴക്കം ചെന്ന നമ്മുടെ മുതുമുത്തശ്ശിയായ ഈ സ്കൂളിന്റെ വാർഷികാഘോഷം ഏറെ സന്തോഷത്തോടുകൂടി ഇന്ന് ഇവിടെ ആഘോഷിക്കുന്നു. രാവിലെ കുട്ടികളുടെ പരിപാടികൾ ആരംഭിച്ചു. പൊതുസമ്മേളനം 2:15-ന് ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ അറിയിച്ചിരുന്നത്. കൃത്യം 2:15-ന് തന്നെ നമുക്ക് ഈ പരിപാടി തുടങ്ങുവാനായിട്ട് സാധിച്ചു. 122 വർഷം ഈ സ്കൂള് കടന്നുപോയി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ്സിലും അപ്പുറത്തേക്ക് ഈ സ്കൂൾ വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ വലിയ വലിയ ബിൽഡിങ്ങുകളും മറ്റുമായി പഴയ കലാലയങ്ങൾ മാറുമ്പോൾ ഇതുപോലുള്ള സ്കൂളിൽ ഇപ്പം ഞാൻ മോളത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി വരുന്ന കാലം ഇതും മാറും, പല പുതിയ കെട്ടിടങ്ങൾ വരും. അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയാണ് നമുക്ക് എല്ലാവർക്കും. നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ എപ്പോഴും പഴയ കാലങ്ങൾ ഓർക്കാറുണ്ട്. ആമുഖം. പത്തനംതിട്ട ജില്ലയിൽ കുമ്പനാട് എന്ന സ്ഥലത്താണ് ഈ സ്കൂളിന്റെ ആസ്ഥാനം. 18 സ്കൂളുകൾ ഉൾപ്പെട്ട കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിൽ ഈ സ്കൂൾ പ്രവർത്തിക്കുന്നു. ശ്രീ MP ജോസഫ് സ്കൂൾ മാനേജറായി പ്രവർത്തിച്ചു വരുന്നു. സ്കൂൾ പ്രവർത്തനങ്ങൾ: എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് അധ്യാപകർ സ്കൂളിൽ എത്തിച്ചേരുന്നു. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്, മലയാള തിലകം, ഉല്ലാസഗണിതം തുടങ്ങിയ ക്ലാസുകൾ നടത്തിയതിനു ശേഷം 9:45-ന് അസംബ്ലിയോടുകൂടി സ്കൂൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ദേശീയഗാനത്തോടെ 4 മണിക്ക് അവസാനിക്കുകയും ചെയ്യുന്നു. അസംബ്ലിയിൽ പത്രവായന, ബൈബിൾ റീഡിംഗ് ഇവ മുടങ്ങാതെ നടത്തി വരുന്നു. സ്റ്റാഫുകൾ: ഹെഡ് മിസ്ട്രസ് ഉൾപ്പെടെ 6 അധ്യാപകർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. പ്രീ പ്രൈമറി വിഭാഗത്തിലും പ്രൈമറി വിഭാഗത്തിലുമായി 75 കുട്ടികൾ അധ്യയനം. CVNM-LP അതിൻ്റെ 122ാമത് വാർഷികമാണ്. നമ്മുടെ കൊട്ടാരക്കര നഗരസഭയിലെ ഏറെ പഴക്കം ചെന്ന സ്കൂളിൽ ഒന്നാണ്. 100 വർഷം കഴിഞ്ഞ സ്കൂള് മൊത്തം 3 തോന്നുന്നു. ടൗൺ LPS ആണ് 173 വർഷം. മറ്റൊന്ന് നമ്മുടെ MGLPS കേരളക്കര 131 വർഷമാണ്. ഇത് 100 വർഷം കഴിഞ്ഞ 3 സ്കൂളുകളാണ് മുട്ടാർ നഗരസഭയിലുള്ളത്. ഈ സ്കൂള് ഇവിടെ തൃക്കണ്ണമംഗൽ ഭാഗത്ത് ഇത്രയും വർഷമായി ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ്. ഞാൻ മനസ്സുകൊണ്ട് ആലോചിക്കുകയും ചെയ്തു, 122 വർഷം പഴക്കമുള്ള ഒരു സ്കൂള് എന്തുകൊണ്ട് LPS എന്നോ അല്ലെങ്കിൽ UPS ആയിട്ടോ മറ്റു മുകളിലോട്ട് പോയില്ല എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ തൊട്ടടുത്ത് തന്നെ പല സ്കൂളുകളുണ്ട്. എന്തായാലും ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള കുട്ടികളുടെ അവൈലബിലിറ്റി, അതായത് ഒരു 75 കുട്ടികളാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ടീച്ചർ അറിയിച്ചത്. നമ്മുടെ എല്ലാ പൊതുവിദ്യാഭ്യാസ വിദ്യാലയങ്ങളിലും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാരണം ഒരുപാട് സ്കൂളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സെക്ടറിലുള്ള സ്കൂളുകൾ ഒരുപാടുണ്ട്. അതിലുപരി കുട്ടികളുടെ എണ്ണം, ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പലായനം ചെയ്ത് സിറ്റികളിലും മറ്റും പോയി താമസിക്കുന്ന ഒരു അവസരം വരുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ചില കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ട്. എന്തായാലും കുട്ടികളുടെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും ആ സ്കൂളുകളിൽ പഠിച്ചു പോകുന്ന കുട്ടികളുടെ സംബന്ധിച്ചോളം ആ സ്കൂളാണ് അവരുടെ തറവാടായിട്ട് വരുന്നത്. അവർ 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നയാളും അതല്ല വലിയ സ്കൂളുകളിലാണെങ്കിൽ വലിയ സ്കൂളിൽ പഠിക്കുന്നതായാലും അവരുടെ ഒരു ക്യാരക്ടർ, സ്വഭാവം എല്ലാം രൂപീകരിച്ചു വരുന്നത് ഈ ചെറിയ സ്കൂളുകളിൽ നിന്നാണ്. ഇതിൻ്റെ നോമിയൽ ഓഫീസറാണ്. മുന്നേ ഇവിടെ വന്നിട്ട് 3 വർഷമായി. പല ദിവസങ്ങളിലും നിങ്ങളുടെ മക്കളുടെ ആഹാരം അവരാരും അറിയാതെ വന്ന് രുചിച്ചു നോക്കാറുണ്ട് കേട്ടോ. ഇതിനു വേണ്ടിയിട്ടാണെന്നറിയോ? നിങ്ങളാരും രുചിച്ചു വെച്ചിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികൾ കഴിക്കുന്ന ആഹാരം രുചിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഞാൻ പലപ്പോഴും വന്ന് കൃത്യമായിട്ട് നോക്കാറുണ്ട്. കൃത്യമായിട്ടാണോ ആഹാരം കൊടുക്കുന്നത്? കൃത്യമായിട്ട് പാല് കിട്ടാറുണ്ടോ? ഉണ്ടോ? പാല് കിട്ടാറില്ലേ? ഉച്ചയ്ക്ക് എന്തോ കഴിച്ചത്? ഉച്ചയ്ക്ക് എന്തോന്നാ കഴിച്ചത് നിങ്ങള്? ബിരിയാണിയാണോ? ചിക്കനായിരുന്നോ? ഇതിനെന്താ പറയാതെ? എന്താ യോഗത്തിലേക്ക് പ്രധാന ഉദ്ഘാടകനായിട്ട് കടന്നു വന്നിരിക്കുന്ന കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ CR രമേശിനെ ഏറ്റവും നന്ദിയോടുകൂടി ഈ സമയം ഓർക്കുന്നു. അതുപോലെ നമ്മളുടെ മൊമെന്റോക്ക് നൽകാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന DYSP ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ നിങ്ങളെ ഈ യോഗം ഏറ്റവും മനോഹരമാക്കിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രസൻസ് ആണ്. മാതാപിതാക്കൾ ഓരോരുത്തരുടെയും സാന്നിധ്യവും നിങ്ങളുടെ സഹകരണമാണ്. അപ്പോൾ ഇനിയും ഉള്ള കാലങ്ങളിലും നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണവും സേവനവും നമ്മളുടെ സ്ഥാപനത്തിന് ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു. തൃക്കണ്ണമംഗൽ എന്ന ഈ ചെറിയ ഗ്രാമത്തിൻ്റെ തിലകക്കുറിയായി നിൽക്കുന്ന CBNM LP സ്കൂൾ ഇന്ന് 122ാം വാർഷികം ആഘോഷിക്കുകയാണ്. വർദ്ധിച്ച സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഒത്തിരി ആത്മബന്ധവും വൈകാരികമായ ബന്ധവും ഉള്ള സ്കൂളാണിത്. എൻ്റെ മാതാപിതാക്കളും ഞാനും എൻ്റെ പെങ്ങളും എൻ്റെ മക്കളും ഒക്കെ പഠിച്ച തലമുറകളോളം പഠിച്ച അനേക ആയിരങ്ങൾക്ക്, തൃക്കണ്ണമംഗലം പരിസര പ്രദേശങ്ങളിലുള്ള അനേക ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ വിദ്യാലയ മുത്തശ്ശിയാണ് ഇത്. ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ കാലികമായ പ്രസക്തി ഉൾക്കൊണ്ടുകൊണ്ട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുവാൻ ഇവിടെയുള്ള അധ്യാപകർ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള അറിവുകൾ അക്ഷരത്തിൻ്റെയും അത് ഭാഷാശേഷികളുടെയും ഗണിതശേഷികളുടെയും എല്ലാ പ്രാഥമികമായിട്ടുള്ള എല്ലാ ശേഷികളും കൈവരിച്ചിട്ടുകൊണ്ടാണ് കുട്ടികൾ ഇവിടെ നിന്ന് യാത്രയാവുന്നത്. ഇന്ന് ഇവിടെ കോൺവെക്കേഷൻ നടക്കുകയാണ്. 4ാം ക്ലാസ്സിൽ കുട്ടികൾ അടുത്ത വിദ്യാലയത്തിലേക്ക് കടന്നു പോകുന്നു. ഇവിടെയുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു.